ഞങ്ങൾ പിന്നിടുവാനായി മെച്ചമായ ആഹാരത്തെ നീ നൽകിയിടണമേ. മെച്ചമായ ആഹാരത്തെ നീ നൽകിയിടണമേ. നല്ല ദേവാനേ, ഞങ്ങൾ എല്ലാവരെയും നല്ല ദേവാനേ, ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തിൽ ചൊല്ലിടണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തിൽ ചൊല്ലിടണമേ. ദൈവത്തിന് സ്തോത്രമായ ഹല്ലേലൂയ. യേശു കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. കടന്നു വരിക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു വിശുദ്ധ സഭയിൽ നിങ്ങളുടെ ഒരുമിച്ച് കൂടുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ഒക്കെ ദൈവം നമുക്ക് കൃപ നൽകി. കഴിഞ്ഞ ഒരു മാസക്കാലം ദൈവം നമ്മെ അതിശയകരമായി നടത്തി. ഈ മാസത്തിന്റെ ഒടുവിലത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ഈ വരുന്ന അടുത്ത ആഴ്ചയൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളെ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നു. ഓർക്കുകയും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്ത് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ഓർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1-ാമത് വചനം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 1-ാമത് വചനം. ദൈവം നോഹയെ അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയെ ഒരു കാറ്റടിപ്പിച്ച് വെള്ളം നിലച്ചു. ഒരു നിമിഷം കൂടെ ഇരിക്കുമ്പോൾ ശിരസ്സുകളെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല വിശുദ്ധ ദിവസത്തിൻ്റെ പകൽക്കാലത്തിനായിട്ട് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരുന്നു. ദൈവം നോഹയെയും നോഹയോടൊപ്പം പെട്ടകത്തുള്ള സകലത്തെയും ഓർത്തു. എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറയെ ഓർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമോ? എവിടെയെങ്കിലും കർത്താവേ ഞങ്ങളെ മറന്നു കളഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരും. അങ്ങടിയങ്ങളോട് കൃത്യമായി സംസാരിക്കും. ഞങ്ങളെ മറന്നു കളഞ്ഞ ഒരു അനുഭവം ഉണ്ടായി. കർത്താവേ, ഞങ്ങൾ മടങ്ങി വരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ ഏറ്റുപറയും. ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണം. ഞങ്ങളെ കരുണയോടെ കൈക്കൊള്ളണമേ അപ്പാ. കർത്താവ്, ഞങ്ങളെ ഓർക്കണമേ. ഞങ്ങളുടെ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ദേശത്തെ ഓർക്കണമേ. ഇവിടെ അയക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ അങ്ങ് ഓർക്കണമേ. ദൈവത്തിന്റെ വലിയ കൃപ പകരണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ്. നോഹയെ കുറിച്ച് അറിയാത്തവരാരുമില്ല. സൺഡേ സ്കൂളിൽ ബാല്യം മുതൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് നോഹയെ പെട്ടകമുണ്ടാക്കിയതും നോഹയുടെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. ഇന്ന് പകൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ആ സഹോദരിമാരുടെ ഒരു ഭാരം എനിക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റും? ആ വേദനയോടെ ആത്മഭാരത്തോടെ കടന്നു വന്ന ആ സഹോദരിമാർ കല്ലറ വാതിൽക്കിലെത്തുമ്പോൾ അവർക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റപ്പെട്ടു. ഇന്ന് പകൽ എന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. സകലരും എന്നെ മറന്നു കളഞ്ഞാൽ, നമ്മളെ ഓർക്കേണ്ട പലരും നമ്മളെ മറന്നു കളഞ്ഞാൽ, നമ്മളെ സഹായിക്കേണ്ടുന്ന പലരും നമ്മെ സഹായിച്ചില്ലെങ്കിലും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും, നമുക്ക് വേണ്ടി കരുതേണ്ടുന്നവർ നമുക്ക് വേണ്ടി കരുതിയില്ലെങ്കിലും നമ്മെ ഓർക്കുന്ന ഒരു അപ്പൻ സ്വർഗ്ഗത്തിലുണ്ട്. ഈ ലോകത്തിലെ മനുഷ്യരൊക്കെ ചാഞ്ഞ മതിൽ പോലെ ആടുന്ന വേലി പോലെ എന്ന് വേദപുസ്തകം പറയുമ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കും നല്ലത്. ഇന്ന് പകൽക്കാലം എത്രപേർക്ക് ഉറപ്പുണ്ട് എന്നെ ഓർക്കുന്ന ഒരു ദിവസമാണ്. ഇന്ന് പകൽ ദൈവം നമ്മെ ഓർക്കുന്ന ദിവസമാണ്. ആരും നിങ്ങളെ ഓർത്തില്ലെങ്കിലും, നിങ്ങളുടെ പാസ്റ്റ് നിങ്ങളെ ഓർക്കാൻ മറന്നുപോയാലും ഓർക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. ആ കർത്താവിന്റെ സന്നിധിയിൽ അത്രയും നമ്മളായിരിക്കും. ദൈവം നോഹയെയും
നോഹയെ ഓർത്തപ്പോൾ നോഹയെ മാത്രമല്ല ഓർത്തത്, ഇതയോ നോഹയോടൊപ്പം പെട്ടകത്തിലുള്ള സകലത്തെയും ഓർത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്നെയും നിങ്ങളെയും ദൈവം ഓർക്കുമ്പോൾ ഈ ആലയത്തിലുള്ള സകലരെ ദൈവം ഓർക്കും. പക്ഷെ ആലയത്തിന് പുറത്തുള്ളവരെ ഓർക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. പെട്ടകത്തിനകത്തുള്ളവരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ദൈവം ഓർക്കും. അങ്ങനെയാണെങ്കിൽ ദൈവസഭയ്ക്കകത്ത് ദൈവത്തെ ആരാധിക്കുന്നവരെ ദൈവം ഓർക്കും. എപ്പോഴെങ്കിലും ദൈവം എന്നെ മറന്നു കളഞ്ഞുവെന്ന് തോന്നുന്നുവെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഭയത്തോടെ ദൈവസന്നിധിയിലേക്ക് വരണം. നോഹയെ ദൈവം ഓർത്തപ്പോൾ നോഹയോടൊപ്പം പെട്ടതുള്ള സകലത്തെ ഓർത്തു. അങ്ങനെയാണെങ്കിൽ ഈ ദൈവസഭയെ ദൈവം ഓർക്കുമ്പോൾ 24 മണിക്കൂറും മാറി മാറി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇവിടെ ഉയരുമ്പോൾ ഈ സഭയെ ദൈവം ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഈ സഭയെ ദൈവം ഓർക്കുമ്പോൾ ഇതിനകത്ത് വരുന്ന സകലരെ ദൈവം ഓർക്കും. പല വിഷയങ്ങളുമായിരുന്നോട് ഞാൻ പറയാറുണ്ട്, ദൈവത്തെ ആരാധിക്കാൻ വരിക, ദൈവം നിങ്ങളെ വിടുവിക്കും. ഒരു വിജയഭാസ്കരനെ നിങ്ങൾ വിടുവിക്കാൻ കഴിയില്ല, പക്ഷെ കർത്താവിനാണ് വിടുവിക്കാൻ കഴിയുക. പക്ഷെ കർത്താവ് വിടുവിക്കണമെങ്കിൽ, കർത്താവ് നമ്മെ ഓർക്കണമെങ്കിൽ ആ ദൈവത്തിന്റെ പെട്ടകത്തിനകത്ത് നമ്മൾ ഉണ്ടാകും. ഇന്ന് പകൽ ദൈവത്തെ ആരാധിപ്പാൻ അതേ ഞായറാഴ്ചയുള്ള ദിവസങ്ങളിലെങ്കിലും ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാൻ കഴിയാത്ത പലരുമാണ് ഉള്ളത്. ലോകത്തിന്റെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഓടി തളർന്ന് അതേ ഒന്നുമില്ലാതെ ശൂന്യമായി ഇരിക്കുന്ന പല ജീവിതങ്ങൾ, കർത്താവിനെ കൂടാതെ ഉള്ളതൊന്നും ഫലപ്പെടുകയില്ല. യേശു കർത്താവ് ഗെനസരേത്ത് കടൽ തീരത്ത് നടക്കുമ്പോൾ അവിടെ വല കഴുകിക്കൊണ്ടിരുന്ന പത്രോസിനെയും കൂട്ടരെയും കണ്ടു. യേശു കർത്താവ് പത്രോസിന്റെ പടകിലേക്ക് കയറിയിട്ട് ആ വെള്ളത്തിലേക്ക് ഒന്ന് ഇറക്കി വിടാൻ പറഞ്ഞു. പത്രോസ് സന്തോഷത്തോടെ യേശുവിനെ വള്ളത്തിൽ കയറ്റിയിട്ട് വെള്ളത്തിലേക്കൊന്ന് ഇറക്കി വിട്ടു. ഒരു പക്ഷെ ഒറ്റയ്ക്ക് അത് കഴിയില്ല, 2-3 പേര് ചേർന്നാണ് അത് കരയിലിരിക്കുന്ന വള്ളം വെള്ളത്തിലേക്ക് ഇറക്കി വിടുന്നത്. പത്രോസ് കൂട്ടാളികൾ പോലെ ചെയ്ത് കാണും. പത്രോസിന്റെ പടകിൽ നിന്ന് യേശു ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ച ശേഷം പത്രോസിനോട് പറയുന്നു, വലതുവശത്തേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുക. പത്രോസ് പറയും, നാഥ, ഇന്നലെ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറയാം. ഇന്നലെ എൻ്റെ കർത്താവ് പടകിലില്ലായിരുന്നു, പടകിലില്ലാത്ത സമയത്ത് ഞാൻ അധ്വാനിച്ചു, രാത്രി മുഴുവൻ ആത്മാർത്ഥം അധ്വാനിച്ചു, പക്ഷെ ഫലം ശൂന്യമായിരുന്നു. ഇപ്പോൾ എൻ്റെ കർത്താവ് പടകിൽ കയറി കഴിഞ്ഞു. പത്രോസ് പറയുന്ന വാക്കുകൾ, അതെ, ഇന്നലെ നാഥ എന്ന് വിളിച്ചിട്ടാണ് കർത്താവിനെ അഭിസംബോധന ചെയ്യുന്നത്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. എത്ര പേർക്ക് പറയാൻ കഴിയും, ഇന്നലകളില് കർത്താവിനെ കൂടാതെ ഓടിയതും അധ്വാനിച്ചതും ഒക്കെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ഇല്ല, ഇന്ന് പകൽ എന്റെ അപ്പന്റെ ഇഷ്ടത്തിന് പ്രവർത്തിപ്പാൻ, ദൈവ ഇഷ്ടം ചെയ്യുവാൻ എന്നെ ഏൽപ്പിക്കുമെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? പത്രോസ് യേശുവിന്റെ വാക്കനുസരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി അധ്വാനിച്ചിട്ട് ശൂന്യമായ പടക് നിറയുക മാത്രമല്ല, കർത്താവിന്റെ വാക്കനുസരിച്ചപ്പോൾ അന്ന് പകൽ യേശുവിന്റെ വാക്കനുസരിച്ച് ഒരു പടക് നിറയെ മീന്, പിന്നെയോ ഇന്നലത്തെ നഷ്ടനികത്താൻ മറ്റൊരു പടക് നിറയെ, 2 പടക് മൂങ്ങുമാറാകുവോളം നിറയ്ക്കുവാൻ കർത്താവിന്റെ വാക്കനുസരിച്ച പത്രോസിന് കഴിഞ്ഞെങ്കിൽ, നിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ശൂന്യമായി കിടക്കുന്നുവോ, ഇന്ന് പകൽ യേശുവിന്റെ വാക്കനുസരിക്കാൻ തയ്യാറായ ഒരു നിറവിന്റെ അനുഭവം തരുവാൻ എന്റെ അപ്പൻ വിശ്വസ്തനായി ഇവിടെ വന്നിട്ടുണ്ട്. ഏതൊക്കെ മേഖലയിൽ നിറയപ്പെടാനുണ്ടോ ആ മേഖലയിലൊക്കെ നിറയ്ക്കുവാൻ എന്റെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ഇന്ന് പകലിന്റെ ശൂന്യത മാറുന്ന ദിവസമായി തീരണമോ, നീ ദൈവത്തെ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ടിരിക്കണം, ആദരം തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. അവിടെയാണ് ശൂന്യത മാറുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ശൂന്യത മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. എന്തുകൊണ്ട് ദൈവത്തിന് നോഹയെ ഓർക്കാൻ കഴിഞ്ഞു? 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കാം. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ,
നീയും സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കടക്കാം. ഞാൻ നിന്നെ ഈ തലമുറയിൽ എന്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നോഹയെ നീതിയോടെ ജീവിക്കുന്ന വ്യക്തിയായി കണ്ടു. ഇന്ന് പകൽ എന്നെയും നിങ്ങളെയും ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ദൈവം കണ്ടാൽ, മറ്റു വിശ്വാസികൾ കണ്ടാൽ പോരാ, പാസ്റ്റർമാർ കണ്ടാൽ പോരാ, മനുഷ്യരും പാസ്റ്റർമാരും ഒക്കെ നിങ്ങളെ കുറ്റങ്ങളെ കണ്ടുപിടിക്കുകയുള്ളൂ. പക്ഷെ നാം ദൈവത്തിന് നീതിയോടെ ജീവിക്കുന്ന ആര് കാണണം? എന്തുകൊണ്ട് ദൈവത്തിന് നോഹയെ ഓർക്കാൻ കഴിഞ്ഞു? എന്തുകൊണ്ട് എന്നെ ഓർക്കാൻ ദൈവത്തിന് കഴിയുന്നില്ല? നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? നോഹയെ ഓർത്ത ദൈവത്തിന് എന്തുകൊണ്ട് എന്നെ ഓർക്കാൻ കഴിഞ്ഞില്ല? ദൈവത്തിന് വിശ്വസ്തയോടും നീതിയോടും ജീവിച്ച നോഹയെ ആ തലമുറയിൽ നീതിമാനായി കണ്ടു. അതുകൊണ്ട് ദൈവം നോഹയെ ഓർത്തു. ഇന്ന് പകൽ വചനത്തിന്റെ വ്യവസ്ഥയിലേക്ക് വന്നാൽ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി മാറിയാൽ, എന്നെ ഓർക്കുന്ന ദൈവം എന്റെ കുടുംബത്തെ ഓർക്കും, എന്റെ തലമുറയെ ഓർക്കും. എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ദൈവം കൈവിടുകയില്ല. ദൈവം എന്നെ ഓർക്കത്തക്കവണ്ണം ദൈവസന്നിധി നീതിയോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയാം. ദൈവസന്നിധി നീതിയോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ ദൈവം അവനെ മാത്രമല്ല, അവനുള്ള സകലത്തെ ഓർക്കും. 7-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. നോഹയും പുത്രന്മാരും അവന്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയ നിമിത്തം പെട്ടകത്തിൽ കടന്നു. ജലപ്രളയ നിമിത്തം പെട്ടകത്തിൽ കടന്നു. ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധി ഇല്ലാത്ത മൃഗങ്ങളിൽ നിന്നും പറവകളിൽ നിന്നും ഭൂമിയിലുള്ള ഇടചാതിയിൽ നിന്നും ഒക്കെയും ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈരണ്ട് ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്നു പെട്ടകത്തിൽ കടന്നു. 7 ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച സകല ജീവജാലങ്ങളും പെട്ടകത്തിനുള്ളിൽ കടന്നു. നോഹയും ഭാര്യയും ഹാം, ശാം, യാഫത്ത് എന്നീ 3 മക്കളും അവർക്ക് വേണ്ടി വിവാഹം നിശ്ചയിച്ചിരുന്ന 3 സ്ത്രീകളും ഉൾപ്പെടെ 8 പേര് മാത്രമേ മനുഷ്യര പെട്ടകത്തിൽ കടന്നു. ദൈവം നോഹയോട് കൽപ്പിച്ചു, ഭൂമിനെ ജലപ്രളയം വരുത്താൻ പോകുന്നു. അത് സകല ജീവജാലങ്ങൾ കേട്ടു. പക്ഷെ മറ്റാരെങ്കിലും ഒരു മനുഷ്യൻ കേട്ടോ? എന്തുകൊണ്ട് എന്നെ ദൈവത്തിന് ഓർക്കാൻ കഴിയുന്നില്ല? ഞാൻ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്തുകൊണ്ട് കർത്താൻ എന്നെ ഓർക്കാൻ കഴിയുന്നില്ല? ഇന്ന് നമ്മൾ മാനസാന്തരപ്പെട്ടിട്ട് മടങ്ങിപ്പോകാം. എവിടെയൊക്കെയോ ദൈവത്തിന്റെ ഓർക്കാൻ കഴിയാത്ത അവസ്ഥ വന്നുപോയി. മാനുഷികമായി ഭൂമി ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ കുറവുകൾ വരാം. പക്ഷെ അനുകരിക്കുവാനും കരയുവാനും ഏറ്റുപറയുവാനും തയ്യാറായാൽ ദൈവം വിടുവിപ്പാൻ ശക്തനാണ്. സ്വയം നീതീകരണത്തിനായിട്ട് നിന്നാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. ഞാൻ മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. എന്റെ കഴിവ് കൊണ്ടാണ്, എന്റെ ശക്തി കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് വിചാരിച്ചാൽ അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടണമോ, കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ. ദൈവത്തിന്റെ സന്നിധിയിൽ അതിന്റെ 6-ാം അധ്യായം 14-ാം വാക്യം മുതൽ വാക്യങ്ങൾ വായിക്കാം. നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക, പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീഴിൽ തേക്കണം. ഇവിടെ ദൈവം നോഹയോട് പറയുന്നു, ഞാൻ ഭൂമിയിൽ ജലപ്രളയം വരുത്താൻ പോകുന്നു, മഴ പെയ്യിക്കാൻ പോവുകയാണ്. പക്ഷെ നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം, അതിന് അറകൾ ഉണ്ടാക്കണം. പ്രധാനമായി അതിന്റെ ആകവും പുറവും കീല് തേക്കണം. എന്തിനാ കീല് തേക്കേണ്ടുന്നത്? ഭൂമിയിൽ വെള്ളം പൊങ്ങുമ്പോൾ, ഭൂമി മുഴുവൻ വെള്ളം കൊണ്ട് നിറയുമ്പോൾ, ഭൂമിയിലെ സകല ജീവജാലങ്ങളും നശിച്ച് ചത്തടിയുമ്പോൾ, നീയും നിനക്കുള്ളവരും നശിച്ചു പോകാതിരിക്കണമെങ്കിൽ പുറത്തെ വെള്ളം അകത്ത് കയറാതിരിക്കുവാൻ നീ ആകവും പുറവും കീല് തേക്കണം. ഈ ഞായറാഴ്ച സഭായോഗങ്ങളിൽ ദൈവവചനം പ്രസംഗിക്കുന്ന പ്രധാന ഉദ്ദേശം, നിന്റെ ആത്മീക ജീവിതത്തിൽ ചോർച്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ അടയ്ക്കുവാൻ കീഴ്വയ്ക്കുന്ന പരിപാടിയാണ്.
അതിനാണ് ദൈവദാസന്മാരെ ആക്കി വെച്ചിരിക്കുന്നത്. എന്താ? നീ ലോകത്തിലേക്ക് പോകുമ്പോൾ ഒരാഴ്ചയിൽ ചില മണിക്കൂറുകൾ മാത്രം, ഏറ്റവും കൂടുതൽ 2.5 മണിക്കൂർ സഭായോഗത്തിന് കിട്ടുന്നത്. അതിലും പകുതിയാകുമ്പോൾ വരുന്നവരുമുണ്ട്. 2.5 മണിക്കൂർ ഈ ലോകത്തിൽ ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ ബാക്കി മുഴുവൻ സമയം ലോകത്തിലാണ്. ലോകത്തിന്റെ അഴുക്കുകൾ, ലോകത്തിന്റെ ചാബല്യങ്ങൾ, ലോകത്തിന്റെ മോഹങ്ങൾ നിന്റെ അകത്ത് കയറാതിരിക്കുവാൻ ദൈവത്തിന്റെ വചനം കൊണ്ട് അടയ്ക്കണം. ഒരു വള്ളത്തിൽ, ഒരു കപ്പലില് ഒരു ചെറിയ ഹോൾ ഉണ്ടെങ്കിൽ അത് മണിക്കൂറുകൾ കഴിയുമ്പോൾ പുറത്തെ വെള്ളം അകത്ത് കയറി ആ കപ്പൽ മുഴുവനും താണുപോകും. ഒരു ചെറിയ സുഷിരം മതി, പ്രഷറായിട്ട് അകത്തേക്ക് വെള്ളം കയറും. നിന്റെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുവാൻ ഒരു ചെറിയ കാര്യം മതി. അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറായ നോഹയോട് പറയുന്നു, നീ ഗോപുരമരം കൊണ്ട് പെട്ടകമുണ്ടാക്കി അതിന്റെ അകത്തും പുറത്തും കീല് തേക്കണം. അടുത്ത ഭാഗം ദൈവം അതിന്റെ ക്രമം പറയുകയാണ്. വായിക്കാം. പെട്ടകത്തിന്റെ നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടാക്കണം. മേൽ നിന്ന് 1 മുഴം താഴെ അതിന് വയ്ക്കണം. പെട്ടകത്തിന്റെ വാതിൽ അതിന്റെ വശത്ത് വയ്ക്കണം. കാരണം ദൈവം ഒരു കാര്യം പറയുമ്പോൾ അതിന് കൃത്യത ഉണ്ടാകും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ആ കൃത്യത ഉണ്ടാകും. ദൈവത്തെ ആരാധിക്കുവാൻ വേർതിരിക്കപ്പെട്ട ദൈവജനമേ, നമ്മൾ കൃത്യരായിരുന്നു. എല്ലാ കാര്യങ്ങളും കൃത്യതയുള്ളവരായിരുന്നു. ഞാൻ ആലയത്തിൽ ചാർജ് എടുക്കാനായിട്ട് പോയപ്പോൾ, പുതുതായിട്ട് ആദ്യമായിട്ടൊരു ചർച്ചിൽ ചാർജ് എടുക്കുമ്പോൾ അവിടുത്തെ സെക്രട്ടറി എന്ന് പറഞ്ഞു, പാസ്റ്റർ 5 പേര് വന്നിട്ടില്ല, സെക്കൻഡ് മണി അടിക്കാം. ഞാൻ പറഞ്ഞു വേണ്ട, ദൈവത്തിന്റെ സമയം 8 മണിക്ക് 8 മണി, വരുന്നവർ വന്നാൽ മതി. പക്ഷെ കർത്താവ് ആ സമയത്തോടെ വന്നിട്ടുണ്ട്. ദൈവത്തിന് സമയത്തിന് മാറ്റമില്ല. ദൈവം കൃത്യസമയത്തെത്തും. അനുഗ്രഹിക്കാനുള്ളവരെ അനുഗ്രഹിക്കും, കർത്താവ് പോകും. ഞാൻ പറഞ്ഞു 8 മണി എന്ന് പറയുമ്പോൾ ബെല്ലടിച്ച് തീർന്നിരിക്കണം. വരാനുള്ളവർ വന്നാൽ മതി, ആവശ്യക്കാർ വന്നോട്ടെ. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ 2 ആഴ്ച കഴിയുമ്പോൾ എന്നോട് പറഞ്ഞു, അതേ സെക്രട്ടറി എന്ന് പറഞ്ഞു, സാധാരണ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് 8:30 വരെയും ആളുകൾ വന്നുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു 1 മാസം കഴിഞ്ഞാൽ 8:30 വരുന്നവർ പുറത്ത് നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. കൃത്യം ആ 1 മാസം കൊണ്ട് ആലയത്തിനകത്ത് ജീവിക്കാൻ സീറ്റില്ല എന്ന് പറയുന്നു. ദൈവം ചില അത്ഭുതങ്ങൾ അതിനകത്ത് ചെയ്തപ്പോൾ ഇന്ന് പകൽ സമയം ആരെയും കാത്തു നിൽക്കുന്നില്ല, ദൈവം ആരെയും കാത്തു നിൽക്കുന്നില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം പറയുന്ന അതുപോലെ ചെയ്യുവാൻ ദൈവത്തിന്റെ എല്ലാ കാര്യത്തിനും കൃത്യതയുണ്ട്. നോഹയോട് ദൈവം പെട്ടകം പണിയാൻ പറയുമ്പോൾ 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരമുള്ള പെട്ടകം പണിയണം. അത് ഗോപുരമരം കൊണ്ട് പണിയണം. 3 തട്ടുകളായി പണിയപ്പെടണം. അതിന് അറകൾ ഉണ്ടാക്കണം. ഇതെല്ലാം ദൈവം നോഹയോട് പറഞ്ഞു. അടുത്ത വാക്യം കൂടെ, താഴത്തെയും 2ാമത്തെയും 3ാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കണം. ആകാശത്തിന് കീഴിൽ നിന്നും ജീവശ്വാസമുള്ള സർവ്വജടത്തെ നശിപ്പിപ്പാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തും. ഭൂമിയിലുള്ളതൊക്കെയും നശിച്ചു പോകും. ഭൂമിയിലുള്ളതൊക്കെയും നശിച്ചു പോകും. നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും. എന്തുകൊണ്ടാ? ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെ നശിപ്പിച്ചപ്പോൾ നോഹയോട് മാത്രം ഒരു നിയമം ചെയ്തത്. ദൈവത്തിന്റെ സന്നിധിയിൽ നോഹയെ നീതിമാനായി ദൈവം കണ്ടു. ഞാനും നിങ്ങളും ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ലോകത്തോട് ചെയ്യുന്നത് നമ്മുടെ അടുക്കൽ വരാൻ ദൈവം അനുവദിക്കില്ല. നമ്മുടെ സംഗീതക്കാരൻ പറയുന്നു, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ അടുക്കലോളം എത്തും, പക്ഷെ നിന്റെ മേലെ തൊടാൻ അനുവദിക്കയില്ല. എന്താ കാര്യം? ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിച്ച പ്രയാസങ്ങളും കഷ്ടങ്ങളും ശോധനകളും നിന്ദയും പരിഹാസവും സകല മനുഷ്യനുമുണ്ട്. അത് ദൈവമക്കൾക്ക് മാത്രമല്ല, അതല്പം ദൈവമക്കൾക്ക് കൂടുതലെന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ നടുവിലോ പോകാതെ പതറിപ്പോകാൻ നിർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുവാൻ തയ്യാറായ കർത്താവിന്റെ സന്നിധിയിൽ അത് കർത്താവ് പറയുന്നു. അടുത്ത വാക്യം കൂടെ വായിക്കുന്നു, 2 വാക്യം കൂടെ. പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കേണം. സകല ജീവികളിൽ നിന്നും സർവ്വജഡത്തിൽ നിന്നും സകല ജഡത്തിൽ നിന്നും തന്നെ ഈ 2 2
നിന്നോടുകൂടി ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകത്തിൽ കയറ്റേണം. അവ ആണും പെണ്ണുമായിരിക്കണം. അതത് തരം പക്ഷികളിൽ നിന്നും അതത് തരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ അതത് തരം ഇഴജാതികളിൽ നിന്നൊക്കെയും ഈ രണ്ട് ജീവരക്ഷയ്ക്കായിട്ട് നിന്റെ അടുക്കൽ വരേണം. നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നത് എടുത്ത് സംഗ്രഹിച്ചു കൊള്ളേണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ദൈവം വാക്കുകൊണ്ട് ഇതിന്റെ ഒരു കാലത്ത് സൃഷ്ടിച്ചത്, പിന്നെ ഇതിന് ജലപ്രളയത്തിന് ശേഷം അതുപോലെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഉണ്ടായിക്കൂടെ? ദൈവത്തിനൊരു വാക്ക് മതി. പക്ഷേ ഒരു വ്യവസ്ഥ അവിടെ വച്ചിരിക്കുക. ഭൂമിയിലെ മനുഷ്യന്റെ മ്ലേച്ഛത വലുതായി സ്വർഗത്തിലെത്തിയപ്പോൾ മനുഷ്യനോടൊപ്പം മൃഗങ്ങളെയും സകല ജീവജാലങ്ങളെയും ഉന്മൂലനാശം ചെയ്യാൻ ദൈവം തീരുമാനിച്ച് കഴിഞ്ഞു. കർത്താവ് പറയുന്നു, എന്റെ വചനം അനുസരിച്ച് പെട്ടകത്തിനകത്ത് കയറുന്നത് മാത്രം രക്ഷപ്പെട്ടാൽ മതി. അവരുടെ സന്തതി മതി ഭൂമിയിൽ. വചനം അനുസരിച്ച് ജീവിക്കുന്നവർ മതി. അവർ ദേശത്തെ ഭരിക്കും. ദൈവത്തിന്റെ വചനത്തോട് മറുതലിക്കുന്നവരെ ദൈവത്തിന് വേണ്ട. നിന്റെ തലമുറയും ദൈവത്തിന് വേണ്ടെന്നാണ് ദൈവം പറയുന്നത്. ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളിലും ആണും പെണ്ണുമായി ഈ രണ്ടിനെ ആ പെട്ടകത്തിലേക്ക് കയറ്റുവാൻ നോഹയോട് പറഞ്ഞു. നോഹ കാട്ടിപ്പോയി സിംഹത്തെ കാടിയൊന്നും പിടിച്ചോണ്ട് വന്നില്ല. പിന്നെയോ അതെല്ലാം ദൈവ ശബ്ദം കേട്ട് പെട്ടകത്തിനകത്ത് വന്ന് കയറി. ദൈവത്തിന്റെ പെട്ടകത്തിനകത്ത് സ്വമേധയായി കയറണം. ആരെങ്കിലും തള്ളിക്കയറ്റാൻ ഉണ്ടാകുകയില്ല. ദൈവരാജ്യത്തിലേക്ക് പോകുവാനോ ആരും പ്രസ് ചെയ്യാനോ ആരും നിനക്ക് വേണ്ടി വാദിക്കാനോ ആരും ശുപാർശ ചെയ്യാനോ ഉണ്ടാകുകയില്ല. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവോ ഭർത്താവിന് വേണ്ടി ഭാര്യയോ ശുപാർശ ചെയ്യാൻ ഉണ്ടാകില്ല. അവിടെ പാസ്റ്റർമാരും ഉണ്ടാകില്ല ശുപാർശ ചെയ്യാൻ. പിന്നെയോ ഓരോരുത്തരും എത്തണം. രക്ഷ വ്യക്തിപരമായതാണ്. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. ഒരു ദിവസം ആ പേര് വിളിക്കുമ്പോൾ നിന്റെ പേര് മായ്ച്ചു കളയാതിരിക്കണമോ? വചന വ്യവസ്ഥയിൽ ജീവിക്കാൻ തയ്യാറാകണം. ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയോടെ ജീവിച്ചാൽ നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ലെന്ന വചനം പറയും. നമ്മുടെ പല നന്മകളും മുടങ്ങിപ്പോകുമ്പോൾ ഓർക്കണം, എവിടെയോ എന്റെ ജീവിതത്തിൽ നേരില്ല. നമ്മൾ എന്തുകൊണ്ട് പലപ്പോഴും ആ ഭാരം തനിയെ വഹിക്കേണ്ടി വരുന്നു? ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ നമ്മുടെ അലസതയാണ് പ്രധാനമായ വിഷയം. ഒരു ദിവസം ഞാൻ ഇവിടെ പറഞ്ഞൊന്നും ഓർക്കുന്നില്ല. ഇടയ്ക്ക് ഞാൻ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുവാനിടയിൽ വന്ന ഒരു സംഭവം ഞാൻ കണ്ടു. ഒരു മോനെ അപ്പൻ വയലിൽ പണിതുകൊണ്ടിരുന്ന മനുഷ്യൻ പെട്ടെന്ന് കൈയും കാലും കഴുകി വേറെ ഒരു ഉടുപ്പൊക്കെ ഇട്ട് വീട്ടിൽ വന്നു. മോനെ സ്കൂൾ ബാഗുമായിട്ട് പിടിച്ചിറക്കി സ്കൂളിൽ കൊണ്ടുപോകാൻ. ഇവിടെ സ്കൂളിന്റെ അതുവരെ അവൻ കരഞ്ഞു. സ്കൂളിൽ നിന്ന് ബൈക്ക് നിർത്തിയിട്ട് കൊണ്ടുപോയി സ്കൂളിലേക്ക് അയക്കുമ്പോൾ വാതിൽക്ക് നിന്ന് കരയുക. ആ അപ്പൻ ആ മോനെ വിളിച്ചോണ്ട് വന്നു. ആ യൂണിഫോം ഒന്നും മാറ്റിയില്ല. അവനെ നേരെ വയലിലേക്ക് കൊണ്ടുപോയി. വയലിൽ ഉഴുതുകൊണ്ടുവന്ന ഒരു കാളയെ അഴിച്ചു മാറ്റിയിട്ട് ആ മുഖത്തിൽ ഒരു വശത്തെ അവനെ കെട്ടി ഓട്ടിച്ചു വയലിലൂടെ. 2 റൗണ്ട് ഓടിയപ്പോൾ അവൻ കരയാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. അപ്പം പറഞ്ഞില്ല, ഇന്ന് വൈകിട്ട് വരെ തന്നെ കൊണ്ടുപോയിരിക്കും ഞാൻ. അപ്പോ അവന്റെ വേദന കണ്ടിട്ട് അപ്പൻ ഒന്ന് നിർത്തിയപ്പോ അവൻ തന്നെ ബന്ധപ്പെട്ട് കയറഴിച്ചിട്ട് ഈ സ്കൂൾ ബാഗ് കൊടുത്തോണ്ട് ഓടുക സ്കൂളിലോട്ട്. ഇന്നത്തെ കുഞ്ഞുങ്ങൾ പഠിക്കണം. അപ്പനും അമ്മയും നിർബന്ധിക്കുമ്പോൾ പഠിക്കാൻ സമയമില്ല. അപ്പൻ ചെയ്തത് നല്ല കാര്യമാണ്. എന്താ, പഠിക്കാൻ പറ്റില്ലേ? വേണ്ട, നീ വയലിൽ ഒഴുതാ മതി. എന്തുകൊണ്ട് കർത്താവ് നമ്മെ ഓർക്കാൻ കഴിയുന്നില്ല? നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ വിശ്വസ്തരാണോ? പഠിക്കാനുള്ള സമയം പഠിക്കണം, പ്രാർത്ഥിക്കാനുള്ള സമയം പ്രാർത്ഥിക്കണം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്താൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നമ്മെ ഓർക്കും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. അടുത്ത വാക്യം കൂടെ വായിക്കാം, 22-ാം വാക്യം. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. അങ്ങനെ തന്നെ അവൻ ചെയ്തു. അങ്ങനെ തന്നെ അവൻ ചെയ്തു.
എന്റെ ബൈബിളിൽ അടിവരയിട്ട് വെച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. ദൈവം നമ്മോട് കൽപ്പിച്ചതുപോലെ ചെയ്യുവാൻ, അങ്ങനെ തന്നെ ചെയ്യുവാൻ, ദൈവം പറയുന്നത് പോലെ ചെയ്യുവാൻ നാം തയ്യാറായാൽ സ്വർഗത്തിലെ ദൈവം ജലപ്രളയത്തിൽ തകർന്നു പോകാതെ കാക്കുവാൻ വിശ്വസ്തനാണ്. ചുറ്റുപാടുകൾ വരുന്ന നാശങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം ശക്തനാണ്. അപ്പുറത്തെ വീട്ടിലെ കുട്ടി അങ്ങനെ പോയെന്ന് നീ വ്യാകുലപ്പെടേണ്ട, നിന്റെ തലമുറയെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കും. ഇന്ന് പകൽ നോഹയെ ഓർത്ത ദൈവം നോഹയോടൊപ്പം സകലത്തെയും ഓർത്തു. പെട്ടകത്തിലുള്ളത് മുഴുവനും ദൈവം ഓർത്തു. നോഹ പണിത പെട്ടകത്തിനകത്ത് കയറിയ സകല ജീവജാലങ്ങളെ ദൈവം ഓർത്തെങ്കിൽ വചനമനുസരിക്കുന്ന സകല ദൈവമക്കളെയും ദൈവം ഓർക്കും. നമ്മളെ മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. ദൈവം പറഞ്ഞതനുസരിച്ച് നോഹ പെട്ടകം പണിതു, സകല ജീവജാലങ്ങളെയും അതിനകത്ത് കയറ്റി. 7-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നു വന്ന സർവ്വജഡത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു. 7:11 വായിക്കുന്നത്. നോഹയുടെ ആയുസിന്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു. അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു. ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവം ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ ആകാശത്തിന് മുകളിലുള്ള വെള്ളവും ആകാശത്തിലുള്ള കീഴിലുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു. ആകാശത്തിന്റെ മുകളിൽ വെള്ളമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, മേഘവിസ്ഫോടനം മുഖാന്തരം അതിലേക്ക് ഒരു ഗ്രാമം പോലും ഒഴുകിപ്പോയി. ദൈവം ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കുകയാണ്. ദൈവമക്കൾ പീഡിപ്പിക്കപ്പെടുന്നത് കണ്ടിട്ട് കർത്താവിന് മടുക്കും, അത് സഹിക്കാൻ പറ്റുന്നില്ല. ദൈവം ആകാശത്തിന്റെ കിളിവാതിൽ അവിടെ എവിടെയായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ നോഹയുടെ കാലത്ത് ദൈവം ഭൂമിയുടെ ഉറവുകളെ തുറന്നു, ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു. ഭൂമിയുടെ ഉറവുകളെ തുറന്നപ്പോൾ ആയിരക്കണക്കിന് ഒരു സംസ്ഥാനത്തിലെ ചില ജില്ലകൾ ബീഹാറിൽ ഒഴുകിപ്പോയി. സുനാമി വന്നിട്ട് എല്ലാം കടലിനകത്തേക്ക് ഒഴുകിപ്പോയി. ആ സുനാമി വന്നിട്ട് ചില നാളുകൾ കഴിഞ്ഞ് ജഗദൽപൂരിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഞാൻ എത്തുമ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഏകദേശം കാട്ടാക്കട വരെയുള്ള സ്ഥലം നിരന്നു കിടക്കുകയാണ്. അവിടെ വലിയ മരങ്ങളെല്ലാം പിഴുതു കിടക്കുന്നു. അവിടെ എല്ലാം മരുഭൂമി പോലെ ആയിരിക്കുന്നു, സമനിലമായിരിക്കുന്നു. എന്നെ കൂട്ടിക്കൊണ്ടുപോയി മിഷണറി പറഞ്ഞത്, സുനാമി വന്ന് 2 നില വീട്ടിന്റെ അത്രയും പൊക്കത്തിൽ കടൽ വെള്ളം അകത്തേക്ക് കയറി ഇവിടെയുള്ള മുഴുവൻ എണ്ണത്തിനെയും ഒഴുക്കിക്കൊണ്ടുപോയി. ഒരു ദൈവദാസനെ 2 കുഞ്ഞുമക്കളെയും ജീപ്പിനകത്തിട്ട് കത്തിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, എനിക്ക് ആരോടും വിദ്വേഷമില്ല, ഒരു പരാതി പോലും ഈ ലോകത്തിൽ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ആ സ്വർഗീയ കോടതി ന്യായം വിധിച്ചപ്പോൾ ഒരു ദേശത്തെ മുഴുവനും ഒഴുക്കിക്കളഞ്ഞെങ്കിൽ ഇന്ന് പകൽ ദൈവം ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കും മുമ്പേ നാം നിത്യതയുടെ തീർത്തതാണ്. നോഹയോട് ദൈവം പറഞ്ഞതുപോലെ നോഹ ചെയ്തപ്പോൾ അടുത്ത ഭാഗം കൂടെ വായിക്കാം. വാക്യത്തിന്റെ 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. അന്ന് തന്നെ നോഹയും നോഹയുടെ പുത്രന്മാരായ ശേമും ഹാമും യാഫെത്തും നോഹയുടെ ഭാര്യയും അവന്റെ പുത്രന്മാരുടെ 3 ഭാര്യമാരും പെട്ടകത്തിൽ കടന്നു. അവരും അതത് തരം കാട്ടുമൃഗങ്ങളും അതത് തരം കന്നുകാലികളും നിലത്തിൽ ഇടയുന്ന അതത് തരം ഇഴജാതി അതത് തരം പറവകളും അതത് തരം പക്ഷികളും തന്നെ. ജീവശ്വാസമുള്ള സർവ്വജനത്തിൽ നിന്നും ഈ രണ്ട് നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു. ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നു വന്ന സർവ്വജനത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു. യഹോവ വാതിൽ അടച്ചു. ഇന്ന് പകൽ ദൈവം കൽപ്പിച്ച ദൈവ കൽപ്പന അനുസരിച്ച സകല ജീവജാലങ്ങളും പെട്ടകത്തിനകത്ത് കടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആരും കടക്കാതിരിക്കാൻ യഹോവ വാതിൽ അടച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് സുപ്രസാദ കാലം, ഇത് രക്ഷയുടെ ദിവസം,
ഈ ദൈവത്തിന്റെ പെട്ടകത്തിനകത്ത് കയറുവാനുള്ള ഒരു അവസാന നിമിഷമാണ്. നമുക്കൊന്ന് കയറാൻ മനസ്സുണ്ടോ? കർത്താവിനെ ഒന്ന് അനുസരിക്കാൻ മനസ്സുണ്ടോ? കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ മനസ്സുണ്ടോ? കർത്താവിൻ നീ എന്ത് പറഞ്ഞാലും അത് ചെയ്യാമെന്ന് പറയാൻ നമുക്ക് മനസ്സുണ്ടോ? ഈ ലോകത്തിന്റെ പ്രളയത്തിൽ നിന്നെ മുക്കാൻ കഴിയില്ല. ഈ ലോകത്തിന്റെ പ്രതിസന്ധികൾക്ക് നിന്നെ തകർക്കാൻ കഴിയില്ല. പണ്ടത്തെ ആള് പറയാറുണ്ട്, തീയിൽ കുരുത്തത് വെയിലത്ത് വാടുകയില്ല. എന്നെയും നിങ്ങളെയും കർത്താവ് തീയിൽ നിന്ന് വലിച്ചെടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ദൈവമക്കൾ ഓർക്കണം, എന്റെ ദൈവത്തിന് ഓർക്കാൻ കഴിയുമോ? ദൈവത്തിന്റെ പെട്ടകത്തിന്റെ വാതിൽ ദൈവം അടച്ചു. ഉലകത്തിൽ ആർക്കും അതിനെ തുറക്കാൻ കഴിഞ്ഞില്ല. ചില നന്മയുടെ വാതിൽ ശാസ്ത്രം അടച്ചു വെച്ചാൽ ദൈവം തുറക്കും. പക്ഷെ ദൈവം അടച്ചാൽ അതിനാർക്കും തുറക്കാൻ കഴിയില്ല. ദൈവത്തെ കുറിച്ച് പറയുന്നു, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പൊ ദൈവം എന്റെ വാതിൽ അടയ്ക്കണം. പ്രതികൂലങ്ങൾ എന്റെ ഭവനത്തിനകത്ത് കയറാതെ, എന്റെ ജീവിതത്തെ നശിപ്പിച്ച് കളയാതെ, എന്റെ തലമുറയെ വിഴുങ്ങിക്കളയാതെ, അത് ദൈവം വാതിലടയ്ക്കണമോ? നീ പെട്ടകത്തിനകത്ത് കയറണം. നോഹയും അവരുടെ മക്കളും ആൺമക്കളും, ആ ആൺമക്കൾ വിവാഹിച്ചിരുന്ന സ്ത്രീകളോട് പോയി സംസാരിച്ചപ്പോൾ അവർ നോഹയുടെയും തന്റെ മക്കളുടെയും വാക്കനുസരിപ്പാൻ തയ്യാറായി. അവർ ഈ പെട്ടകത്തിനകത്ത് കയറി. ലോത്തിനോട് ദൈവം പറഞ്ഞു, ഈ പട്ടണം നശിപ്പിക്കാൻ പോകുകയാണ്. നിന്റെ പെൺമക്കൾക്ക് വിവാഹിച്ച് ചെയ്യുന്ന പുരുഷന്മാരോട് പോയി പറ, അവരെ കൂടെ ഈ അവർ ഈ പട്ടണം വിട്ടു പോകാൻ. ദൈവം ഈ പട്ടണം നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവർ അത് കളിയാക്കി കളഞ്ഞു. അവർക്ക് ആ പട്ടണത്തിൽ രക്ഷ പ്രാപിപ്പാൻ കഴിഞ്ഞില്ല. അത് മാത്രമല്ല, സ്വർഗത്തിലെ ന്യായവിധിയായ തീയും ഗന്ധവും ഇറക്കി ആ പട്ടണം കത്തിച്ചു കളഞ്ഞപ്പോൾ അവരും അതിനകത്ത് കത്തിപ്പോയി. ഞാനും നിങ്ങളും കത്തിപ്പോകാതിരിക്കണമോ? കർത്താവിന്റെ വാക്കനുസരിക്കുവാൻ തയ്യാറാകണം. ദൈവത്തിന്റെ വാക്കനുസരിക്കാൻ നാം തയ്യാറായാൽ, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 29-ാമത് വാക്യം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 19:29, ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയും ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു. നോക്കണമേ, ലോത്ത് പാർത്ത പട്ടണം ദൈവഹിതമില്ലാത്ത പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ, അവിടുത്തെ പാപം ദൈവത്തിന് വലുതായി എത്തിയപ്പോൾ ആ പട്ടണത്തെ തീയും ഗന്ധവും ഇറക്കി നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. പക്ഷേ ലോത്തിന്റെ യോഗ്യത കൊണ്ടല്ല, പിന്നെയോ ദൈവം അബ്രഹാമിനുള്ള വാഗ്ദത്തം ഓർത്തു. പിതാക്കന്മാർ ദൈവസനെ കരയുന്നത് ഓർത്ത് തലമുറകളെ വിടുവിപ്പാൻ ദൈവശക്തനാണ്. നമ്മുടെ കണ്ണുനീര് ഒരിക്കലും വ്യർത്ഥമല്ല ദൈവമക്കളെ. ദൈവത്തിൽ വന്ന് വീട് കിടന്ന് കരയുന്നില്ലേ, അതിനെല്ലാം ഒരു ദിവസം പ്രതിഫലമുണ്ട്. നമ്മളെ ഓർക്കുന്നൊരു ദൈവം. അബ്രഹാമിനെ ഓർത്തിട്ട് ദൈവം ലോത്ത് പാർത്ത പട്ടണത്തെ മറിച്ചു കളഞ്ഞില്ല. അതിന്റെ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 19-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ. അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുപോയി ആക്കി. നോക്കണമേ, ലോത്തിന് ആ പട്ടണം വിട്ടുപോലെ ഒരു അല്പവും താല്പര്യമില്ലായിരുന്നു. ദൈവം പറഞ്ഞപ്പോ അല്ലേ, ചില ആളുകൾ ആരാധനയ്ക്ക് പോകാൻ സമയത്തിന് ഡ്രസ് ചെയ്തിട്ട് അതിനകത്ത് കിടന്ന് കറങ്ങും, സമയത്ത് പോകില്ല. കല്യാണത്തിന് പോകാനാണെങ്കിൽ വെപ്രാളപ്പെട്ട് പോകും. പക്ഷെ ആരാധനയ്ക്ക് പോകാൻ റെഡിയായിട്ട് അപ്പുറത്ത് തിരിഞ്ഞ് ഇപ്പുറത്ത് തിരിഞ്ഞ് എങ്ങനെയെങ്കിലും 8:30 കാത്തിരിക്കുന്നവരുണ്ട്. ഇതുപോലെയാണ് ലോത്തും. പക്ഷെ ദൈവം അബ്രഹാമിനെ ഓർത്തിട്ടാണ് ലോത്തിനെ നശിപ്പിക്കാത്തത്. ദൈവം പറഞ്ഞിട്ടും അവന് പുറത്തു വരാൻ മനസ്സില്ല. അവരെ കൈക്ക് പിടിച്ച് ദൈവം പുറത്തു കൊണ്ടുവന്നു. അടുത്ത വാക്യം,
അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്. രണ്ടാമത് പുറകോട്ട് നോക്കരുത്. ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും അരുത്. നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. മക്കളെ, 4 കാര്യങ്ങൾ ദൈവം പറയുക. ഈ 4 ലോത്തും കുടുംബം അനുസരിച്ചോ? ഇല്ല. ദൈവത്തിന് സഹായിപ്പാൻ മനസ്സുണ്ടായിരുന്നു. എന്താ ലോത്തും കുടുംബം നഷ്ടപ്പെട്ടു പോയത്? ശപിക്കപ്പെട്ട 2 ജാതികൾ പുറത്തു വരാൻ കാരണമെന്തേ? ദൈവം പറഞ്ഞത് അതുപോലെ ചെയ്യാൻ ലോത്ത് തയ്യാറായില്ല. ലോത്തിനോട് ദൈവത്തിന്റെ ദൂതന്മാർ കൈക്ക് പിടിച്ച് എന്ന് പറഞ്ഞാൽ വലിച്ചു പുറത്തുകൊണ്ടുവന്നു. അവർ വരാൻ മനസ്സില്ല. ലോത്തിനെയും കുടുംബത്തെയും ദൂതന്മാർ കൈക്ക് പിടിച്ച് പുറത്തോട്ട് കൊണ്ടുവരുമ്പോഴും ലോത്തിന്റെ ഭാര്യയുടെ നോട്ടം പുറകിലോട്ടാണ്. മക്കൾ അനാദേശത്തിലുള്ള യാത്രാമധ്യേ ചെങ്കടൽ കടന്ന് അക്കരെ ചെന്ന് ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ ചില ദിവസങ്ങളായപ്പോൾ അവിടെയുള്ള സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾ ഫറവോന്റെ കൊട്ടാരത്തിൽ ഇറച്ചിക്കലങ്ങളുടെ ഇടയിലാണ് ഇരുന്നത്, ഞങ്ങളെ അങ്ങോട്ട് വിട്ടാൽ മതി. ചെങ്കടൽ കടന്ന് അക്കരെ കൊണ്ടുവന്നിട്ടും അവരുടെ ചിന്തയും ഹൃദയവും മുഴുവനും എവിടെ? എനിക്കൊരു ഹൈന്ദവ സഹോദരനുണ്ടായിരുന്നു. അദ്ദേഹം പറയും, ചോറിന്ന് കൂറ് അങ്ങും. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹം പറയാറുണ്ട്, മരിച്ചുപോയി, ഞാൻ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു, കൂറ് കാശ് കിട്ടുന്നിടത്താണ്. അപ്പൊ ചോറിങ്ങ് കൂറ് അങ്ങും. ഇതൊക്കെ ദൈവം കാണും. ലോകത്തിന് ഒരു കാരണവശാലും സോദോം വിട്ടുപോകാൻ താല്പര്യമില്ല. എന്താ? സോദോം ഗോമോറയെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് അത് നശിക്കുന്നതിന് മുമ്പേ ഏദൻ തോട്ടം പോലെ സമൃദ്ധമായി. അബ്രഹാമും ലോത്തും തമ്മിൽ, തന്റെ ഇടയന്മാർ തമ്മിൽ പ്രശ്നം ഉണ്ടാകും. അബ്രഹാം പറഞ്ഞു, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, ദേശം മുഴുവൻ നമ്മുടെ മുമ്പിൽ, നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. ലോത്ത് തല ഉയർത്തി നോക്കി, നീരോട്ടമുള്ളതും ഫലഭൂയിഷ്ടമായുള്ളതും ആയ സ്ഥലം കണ്ടു. അവിടേക്ക് ലോത്ത് പോയി. ഈ ലോകത്തിന്റെ പുഷ്ടി മാത്രമേ ലോത്ത് ആഗ്രഹിച്ചുള്ളൂ. ലോത്ത് ഇറങ്ങി തിരിച്ചതൊക്കെ നല്ല ഉദ്ദേശത്തോടെയാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരു ലക്ഷ്യമില്ലാതെ യാത്ര തിരിച്ചവനാണ്. അങ്ങനെ ഒരു ലക്ഷ്യമില്ല യാത്ര തിരിക്കുന്ന ഒരാളിന്റെ കൂടെ പോകാൻ ഒരാൾ തയ്യാറാകുകയില്ല. അതൊക്കെ നല്ല കാര്യമാണ്. അബ്രഹാമിനൊപ്പം ഇറങ്ങി. അതുകൊണ്ട് ദൈവം അബ്രഹാമിനെ ഓർത്തിട്ട് ലോത്തിനെ വിടുവിപ്പാൻ തീരുമാനിച്ചു. ദൈവം ആവുന്നത് ചെയ്തു. അനേക കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് ഇത് തന്നെയാണ്. ദൈവം നമുക്ക് വേണ്ടി ആവുന്നതൊക്കെ ചെയ്യുകയാണ്. നിനക്കൊരു താല്പര്യം വരണം, ഞാൻ ഈ ദേശത്ത് നശിക്കാൻ പാടില്ല, ഇതിന്ന് പുറത്തു വരണമെന്ന്. നോഹയും ഭാര്യയും മക്കളെയും ദൂതന്മാർ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഈ പ്രദേശത്തൊന്നും നിൽക്കരുത്, ഈ പ്രദേശം നശിക്കാൻ പോവുകയാണ്, പുറകോട്ട് നോക്കരുത്. പിന്നെയോ പർവ്വതത്തിന്റെ മുകളിലേക്ക്. ഈ 3 കാര്യവും ലോത്തും ഭാര്യയും മക്കളും അനുസരിച്ച് 4 കാര്യങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നത് അനുസരിക്കാൻ എത്ര തയ്യാറാണ്? എന്തുകൊണ്ട് ദൈവം നോഹയെ ഓർത്തു, എന്നെ ഓർക്കുന്നില്ല? നമ്മുടെ ജീവിതത്തിൽ പല കുറവുകളില്ലേ? ദൈവത്തിന് എന്നെ ഓർക്കാൻ കഴിയാതെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ശോധന ചെയ്യണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മോട് ചോദിക്കണം, അടുത്തിരിക്കുന്ന വ്യക്തിയോടല്ല, എന്നോട് ചോദിക്കണം, കർത്താവ് എന്താ എന്നെ ദൈവത്തിന് ഓർക്കാൻ കഴിയാതെ പോയത്? എന്താ ദൈവം എന്നെ മറന്നു കളഞ്ഞത്? എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ നോഹ നീതിമാനായിരുന്നു. അതുകൊണ്ട് ദൈവം അവനെയും അവനോടൊപ്പം പെട്ടെന്നുള്ളതിനെ ഓർത്തു. ലോത്തിനെയും കുടുംബത്തെ രക്ഷപ്പെടുത്തുവാൻ ദൈവം ആവുന്നത് ചെയ്തു. പക്ഷെ അവൻ നശിച്ചുപോയി. എബ്രഹാമിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ലോത്ത് എന്നല്ല, ലോത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് വിളിക്കുന്നത്. നഷ്ടപ്പെട്ടവൻ.
സകല അത് ദൈവത്തിന്റെ കുറ്റമാണോ? ലോത്തും കുടുംബം നഷ്ടപ്പെട്ട ദൈവത്തിന്റെ കുറ്റമാണോ? അല്ല, പിന്നെയോ? ലോത്തിന്റെ കുഴപ്പമോ? ദൈവം പറഞ്ഞത് അനുസരിക്കാത്തതാണ് കുഴപ്പം. ദൈവം പറയുന്നത് അനുസരിപ്പാൻ നാം തയ്യാറായാൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മെ ദൈവം പുറത്തു കൊണ്ടുവരും. അനുഭവം സകല പ്രതിസന്ധിയും പുറത്തു കൊണ്ടുപോകാൻ ദൈവം ശക്തൻ. നാം ദൈവത്തിന് നീതിയോടെ ജീവിച്ചാൽ, വചനപ്രകാരം ജീവിച്ചാൽ നമ്മെ പുറത്തു കൊണ്ടുവരുന്നതിന് ദൈവം ഇന്ന് പകൽക്കാലം ജീവിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 7-ാം അധ്യായത്തിന്റെ 11 മുതൽ 1-2 വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. നോഹയുടെ ആയുസിന്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെ പിളർന്നു, ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. 40 പകലും 40 രാവും ഭൂമിയിൽ മഴ പെയ്തു. അന്ന് തന്നെ നോഹയും നോഹയുടെ പുത്രന്മാരായ ശേമും ഹാമും യാഫേത്തും നോഹയുടെ ഭാര്യയും അവന്റെ പുത്രന്മാരുടെ 3 ഭാര്യമാരും പെട്ടകത്തിൽ കടന്നു. ദൈവം പറഞ്ഞതനുസരിച്ച് അവർ പെട്ടകത്തിൽ കടന്നു. ദൈവം വാതിലടച്ച് സുരക്ഷിതമാക്കി. പിന്നെയാണ് ദൈവാകാശത്തിന്റെ കിളിവാതിൽ തുറന്നത്. 2000 വർഷങ്ങളായി കർത്താവിന്റെ അഭിഷിക്തന്മാർ ചങ്കുപൊട്ടി നിലവിളിക്കുക, യേശു കർത്താവ് മധ്യാകാശത്തിൽ വരാൻ സമയമായിരുന്നു. ഇതുവരെ എന്തുകൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞാൽ, ഇനിയും ഞാൻ മാനസാന്തരപ്പെടാൻ വേണ്ടി, ഇനി നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട ആ ദൈവരാജ്യത്തിൽ ഒരുക്കപ്പെടുവാൻ ഈ ജീവന്റെ വചനം സകല ജാതികളിലും പ്രസംഗിക്കപ്പെടുമ്പോൾ അവസാനം വരും. ഇനി ചിലരും കൂടെ രക്ഷയുടെ പെട്ടകത്തിൽ കയറാനുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് താമസിക്കുന്നത്. നമുക്ക് ഇന്ന് പകൽ ഒരു തീരുമാനത്തോടെ പ്രാർത്ഥിക്കുവാൻ സമയമുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 20-21 വാക്യങ്ങൾ. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത് ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ചില തീരുമാനമുണ്ടാകണം. ഇതേ ദൈവം ചില അധ്യായങ്ങൾക്ക് പുറകെ ചിന്തിച്ചു, മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുദപിക്കുക. മനുഷ്യന്റെ മ്ലേച്ഛത അത് സഹിച്ചുകൂടാത്തതായി വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആ പട്ടണങ്ങളെ തീയും ഗന്ധവും ഇറങ്ങി നശിപ്പിക്കും. എന്നാൽ പെട്ടകത്തിന് പുറത്തു വന്ന നോഹ ചില ശുദ്ധിയുള്ള മൃഗങ്ങളെ യാഗം കഴിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവം ആ സുഗന്ധം മണത്തിട്ട് ദൈവം അനുദപിക്കുക, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ തീരുമാനം മാറ്റുകയാണ്. നമ്മൾ സങ്കീർത്തനം കേട്ടു, സ്തുതിക്കുവാൻ തയ്യാറായ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറായ, ദൈവം കൽപ്പിച്ചത് അതുപോലെ ചെയ്യുവാൻ തയ്യാറായ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അത് കർത്താവ് എനിക്ക് അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, കുറ്റമല്ലേ പറയുന്നില്ല. അത് മാറ്റിയിട്ട് ദൈവത്തിന് നന്ദി പറയുക. എന്നെ നിങ്ങളെ ജീവനോടെ ശേഷിപ്പിച്ച ദൈവത്തിന് നന്ദി പറയുവാൻ ആര് തയ്യാറാകുന്നു, അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇന്ന് ദൈവം ശക്തനാണ്. ദൈവത്തിന് അസാധ്യമെന്നൊരു പദമില്ല. ഇവിടെ കർത്താവ് അതെ അവിടെ പറയും അടുത്ത ഭാഗം കൂടെ, മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല. ഭൂമിയിലുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നുപോകുകയുമില്ല. ദൈവം ആ സൗരഭ്യവാസന മണത്തപ്പോൾ, നോഹ കഴിച്ച യാഗത്തിന്റെ സൗരഭ്യം ദൈവം മണത്തപ്പോൾ നോഹയെയും കുടുംബത്തെയും മാത്രമല്ല പ്രപഞ്ചത്തെ ദൈവം അനുഗ്രഹിക്കുക. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആദരങ്ങൾ ഉയരുന്ന സ്തോത്രം ദൈവത്തിന് സുഗ്രാഹ്യമായി തീർന്നാൽ ഇന്ന് പകൽ നമ്മുടെ ദേശത്തിന്റെ സ്ഥിതിക്ക് മാറ്റില്ല. ദൈവസന്നിധിയിൽ അല്ലേ, അവിടുത്തെ പുസ്തക വാക്യമുണ്ട്,
എന്റെ ജനം, എന്റെ നാമം വിളിക്കപ്പെടുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിക്കുന്നു എങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് നിനക്ക് സൗഖ്യം വരുന്നത് വിനയോ ദേശത്തിന് സൗഖ്യം വരും. ദേശത്ത് അനേകർ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ അടിമത്തത്തിലായിരിക്കുന്നത് എന്റെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണ്. ദേശത്ത് അനേകർ അത് ലോകത്തിന്റെ മ്ലേച്ഛതയിലേക്ക് പോകുന്നത് എന്റെ ജീവിതത്തിന്റെ കുറവ് കൊണ്ടാണെന്ന് ഏറ്റെടുക്കുവാൻ ഓരോരുത്തരും തയ്യാറാകും. നമ്മളെ ഓരോരുത്തരെയും ദേശത്തിന്റെ വിളക്കുകളായിട്ടാണ് ദൈവം വച്ചിരിക്കുന്നത്. ആളിക്കത്തുന്ന വിളക്കിലേക്ക് അത് ഈ ലോകത്തിലുള്ള ഏത് പ്രാണി വന്നാലും അതവിടെ കത്തി അമരും. നമ്മുടെ വെളിച്ചം അവിടെ മേൽ പ്രകാശിക്കുകയാണ്. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 29 മുതൽ 1-2 വാക്യങ്ങൾ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 29 മുതലുള്ള വാക്യങ്ങൾ. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കേണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ദൈവത്തിന് സ്തോത്രം പറയാം. ഞങ്ങളുടെ ഭീഷണികളെ ഓർക്കണമേ. നമ്മൾ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളും കർത്താവോട് പറയാനുള്ള അവസരങ്ങളാണ് ആലയത്തിൽ വരുന്നത്. കർത്താവ് കേട്ടാൽ നിശ്ചയമായി വിടുതല. പക്ഷെ കർത്താവ് കേൾക്കുവാൻ എന്താണ് തടസ്സമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എൻ്റെ പ്രാർത്ഥന തടയുന്നത് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ആ തടസ്സങ്ങളെ മാറ്റി നമ്മുടെ ഞരക്കം പോലും അറിയുന്ന ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. അപ്പോൾ ആ ഭീഷണിയെ കുറിച്ച് കർത്താവിനെ നോക്കണമെന്ന് പറഞ്ഞപ്പോൾ പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ ദൈവവചനം സംസാരിപ്പാൻ അവരെല്ലാവരെയും ദൈവ ആത്മാവിനാൽ ശക്തിപ്പെടുത്തി. ദൈവാത്മാവിനാൽ നമ്മെ ശക്തിപ്പെടുത്തുവാൻ ഇന്ന് പകൽ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ, കർത്താവ് പറയുന്ന അതുപോലെ ചെയ്യുവാൻ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 7-ാമത് വാക്യം വായിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ഇന്ന് രാത്രി ഈ പകൽക്കാലം ദൈവത്തിന്റെ വാഗ്ദത്തമുള്ള പത്രോസിനെ കാരാഗൃഹത്തിനകത്ത് അടയ്ക്കപ്പെടുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പത്രോസിന്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കർത്താവിന്റെ ദൂതൻ ഇറങ്ങി പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. അറയിൽ ഒരു വെളിച്ചം കണ്ടു. പത്രോസിനെ ഉണർത്തി. പത്രോസ് എഴുന്നേൽക്കാൻ തയ്യാറായപ്പോൾ അവന്റെ ഉള്ള ചങ്ങലകൾ അഴിഞ്ഞു. ഇന്ന് ആർക്കൊന്ന് എഴുന്നേൽപ്പാൻ തയ്യാറാണ്? ആയിരിക്കുന്ന അവസ്ഥ വിട്ട് നിന്റെ ആത്മജീവിതത്തിൽ അടുത്ത പടിയിലേക്കൊന്ന് കയറാൻ താല്പര്യം എത്ര പേരാണ്? നിന്നെ കെട്ടിവെച്ച് സകല ചങ്ങലകളെ അഴിക്കാൻ ദൈവം വിശ്വസ്തനാണ്. പത്രോസ് കാരാഗൃഹത്തിന്റെ കിടക്കുന്നിടത്തോളം കാലം അവന്റെ ചങ്ങല അഴിയില്ല. ദൂതൻ അവനെ തട്ടി ഉണർത്തുമ്പോൾ അവൻ എഴുന്നേൽപ്പാൻ തയ്യാറായ, ആത്മീയ ജീവിതത്തിൽ ഒന്ന് എഴുന്നേൽപ്പാൻ തയ്യാറായ, ദൈവത്തോടൊന്ന് അടുത്തു വരാൻ തയ്യാറായ, ദൈവ കൽപ്പന അനുസരിക്കാൻ തയ്യാറായ, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ ചില ചങ്ങലകളെ അഴിക്കാൻ എന്റെ കർത്താവിടെ വന്നിട്ടുണ്ട്. ജീവിതത്തിൽ എവിടെയൊക്കെ ശൂന്യതയുണ്ടോ അതിനെ നിറയ്ക്കുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 1-ാമത് വാക്യം. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. യേശു കർത്താവ് ഒരു മനുഷ്യനെ ഓർത്തപ്പോൾ ഗദരദേശത്ത് മുഴുവനും ആകുലതയിലാക്കുന്ന, വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ, കല്ലറകളിൽ പാർക്കുന്ന
സ്വന്തം കുടുംബത്തെ കുറിച്ചോ ജീവിതത്തെ കുറിച്ചോ ബോധമില്ലാതെ തിരിച്ചറിവില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യരെ ദൈവം ഓർത്തപ്പോൾ പടകിൽ കയറി ഗദരദേശത്തെത്തി. ഗദരദേശത്ത് സാധാരണ ആളുകൾ പോകാൻ താല്പര്യമില്ലാത്തവരാ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരുവൻ കഷ്ടത്തിലായിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ യേശു പടക് കയറി ആ ഗദരദേശത്തെത്തി അവനെ വിടുവിച്ചെങ്കിൽ, അവനെ ഓർക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയെങ്കിൽ എന്നെ നിങ്ങളെ ഓർക്കുവാൻ ദൈവത്തിന് കഴിയില്ലേ? ആ മനുഷ്യൻ അനുഭവിക്കുന്ന ഹൃദയവേദന, ശാരീരികമായ പീഡനം, അവൻ അനുഭവിക്കുന്നതായ വ്യക്തിഗതമായ അനുഭവങ്ങൾ കർത്താവ് ഓർത്തപ്പോൾ അവനെ വിടുവിപ്പാൻ തീഷ്ണതയോടെ യേശു അവിടേക്ക് കടന്നുപോയി. 6000-ഓളം പിശാചിനാൽ ബന്ധിക്കപ്പെട്ട മനുഷ്യന് വിടുവിക്കപ്പെട്ടു. അവൻ ആ ദേശം മുഴുവൻ സുവിശേഷവൽക്കരിച്ചു. ഇന്നലകൾ ദൈവം നമ്മെ വിടുവിച്ചെങ്കിൽ നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്നത് നാം പാർക്കുന്ന ദേശങ്ങൾ വിടുവിക്കപ്പെടണം. ഈ യേശുവിന്റെ സ്നേഹത്തെ ഒന്ന് പങ്കുവയ്ക്കാൻ കഴിയണം. ആ ദൈവ സ്നേഹത്താൽ നിറയപ്പെടുവാൻ ഇടയായി. അതിനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചത്. അപ്പൊ ഭൂതഗ്രസ്തനായി ഗദരദേശത്ത് നാട്ടിലും വീട്ടിലും ഭീഷണിയായിരുന്ന ഒരുവനെ ദൈവം ഓർത്തപ്പോൾ യേശുപ്പൻ അവന്റെ അടുക്കലേക്ക് ചെന്നു, അവനെ വിടുവിച്ചു. അപ്പോസ്തലന്മാർ ഭയത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ അവരെ ശക്തീകരിച്ചു. പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ സുവിശേഷം പ്രസംഗിപ്പാൻ അവരെ ബലപ്പെടുത്തി. അബ്രഹാമിനെ ദൈവം ഓർത്തപ്പോൾ ലോത്തിനെ ദൈവം വിടുവിക്കാൻ ഇറങ്ങി വന്നു. നോഹയെ ദൈവം ഓർത്തപ്പോൾ അവനോടൊപ്പം പെട്ടെന്നുള്ള സകലത്തെയും ദൈവം ഓർത്തു. ഇന്ന് പകൽ ചില കുടുംബങ്ങളെ ഓർക്കുന്ന ദിവസം. ദൈവം എന്നെ മറന്നു കളഞ്ഞുവോ എന്ന് ചോദിച്ചുവോ? ഇല്ല, ദൈവം നിന്നെ ഓർക്കും. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം, ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ബൈബിളിൽ ഒരു അറ്റത്ത് ഒതുക്കി വെക്കുക. എല്ലാ ബൈബിളും ഒരു അറ്റത്ത് ഒതുക്കി വെച്ചിട്ട് ഈ പറയിരിക്കുന്നതാണ്. എല്ലാവർക്കും എഴുന്നേൽക്കാം, കഴിയുന്ന എല്ലാവർക്കും എഴുന്നേൽക്കാം. ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധി നമ്മെ തന്നെ നേർപ്പിച്ച് ചില നിമിഷങ്ങൾ പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കുവാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. കർത്താവ് നമ്മെ സഹായിപ്പാൻ, കർത്താവ് നമ്മെ വിടുവിപ്പാനായിട്ട് ഇവിടെ വന്നിട്ടില്ല. ആ കർത്താവിന്റെ വിടുതൽ അനുഭവിപ്പാൻ കഴിയാതെ എന്തെങ്കിലും ജീവിതത്തിൽ വന്നു പോയെങ്കിൽ, ഏതെങ്കിലും മേഖല ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയെങ്കിൽ, കർത്താവിന്റെ സന്നിധിയിൽ അടുത്ത് വരണം. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ അപ്പന്റെ ഇളയ മകൻ അപ്പന്റെ നിന്ന് കിട്ടാവുന്നത് മുഴുവൻ സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് പോയി. സകലതും നഷ്ടപ്പെടുത്തി. നല്ല വസ്ത്രമില്ലാതെ, നല്ല ചെരുപ്പില്ലാതെ, തന്റെ കയ്യിലുണ്ടായിരുന്ന മകനെന്നുള്ള പദവിയുടെ മോതിരത്തിന്റെ മുദ്രയില്ലാതെ സകലതും നഷ്ടപ്പെട്ട ഒരു മകൻ ആ പന്നികളുടെ ഇടയിൽ നിലവിളിക്കുക, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. നിന്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ കാണണമേ. എത്ര പേർക്ക് നിലവിളിക്കുവാൻ മനസ്സുണ്ട്? എത്ര പേർക്ക് ഏറ്റുപറയാൻ മനസ്സുണ്ട്? കർത്താവ്, എനിക്ക് അങ്ങേ ആരാധിപ്പാൻ കിട്ടിയ പല സാഹചര്യങ്ങളും ഞാൻ നഷ്ടപ്പെടുത്തി. പ്രാർത്ഥിക്കുവാൻ കിട്ടിയ സമയങ്ങൾ നഷ്ടമാക്കി. വേദപുസ്തകം വായിക്കുവാൻ എന്നെ ഏൽപ്പിച്ച സമയങ്ങൾ ഞാൻ പലപ്പോഴും സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു. ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം ദൈവത്തിന് കൊടുക്കാതെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ജീവിതത്തിന്റെ ഏതൊക്കെയോ മേഖലയിൽ ദൈവം നിനക്ക് അവസരം തന്നിട്ട് അതിനെ തട്ടിത്തെറിപ്പിച്ചത് കൊണ്ട് നീ അനുഭവിക്കേണ്ട പല നന്മകളും നിന്റെ കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കപ്പെട്ടു.
ഇന്ന് ഏറ്റുപറയുവാൻ തയ്യാറായാൽ, മടങ്ങി വരുവാൻ തയ്യാറായാൽ, കർത്താവിനെ എന്നെ ഓർക്കത്തക്കവണ്ണം ദൈവത്തിന്റെ നീതിയോടെ ജീവിക്കുവാൻ, ഒരു തീരുമാനത്തോടെ മടങ്ങി വരുവാൻ ആരും തയ്യാറാകുന്നു അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എന്റെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ ചെവി മന്ദമായി പോയിട്ടുമില്ല. ഈ പകൽക്കാലം അപ്പാ അങ്ങനെ ഓർക്കണമേ എന്ന് പറയുവാൻ എത്ര പേർ തയ്യാറാണ്? ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങാം. ആദരം തുറന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ചോദിച്ചാൽ തരാമെന്നവൻ പറഞ്ഞ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. അവൻ കർത്താവിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നതായിട്ട് ഒന്നുമില്ല. അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുകളോടുകൂടിയ എന്റെ പ്രാണപ്രിയനോട് വന്നിട്ടുണ്ട്. ആ കർത്താവിന്റെ കരം ഇവിടെ ചലിക്കുക. ഓ ഹല്ലേലൂയ. നീ ഇതുവരെ ഭാരമെന്ന് ചിന്തിച്ച, അസാധ്യമെന്ന് പറഞ്ഞ പലതിനെയും സാധ്യമാക്കി തീർക്കുവാൻ ഇന്നലകളിൽ കർത്താവിനെ കൂടാതെ അധ്വാനിച്ചത് മുഴുവനും ശൂന്യമായിരുന്നെങ്കിൽ ഇന്നലകൾ ശൂന്യമായ പടകിനെ നിറയ്ക്കുവാൻ എന്റെ അപ്പൻ നിന്റെ പടകിൽ കയറാൻ, എന്റെ ജീവിത പടക് കർത്താവിന് വിട്ടുകൊടുക്കുവാൻ എത്ര പേർ തയ്യാറാകുന്നു? ആ പടകിലേക്ക് എന്റെ അപ്പനൊന്ന് കയറിയാൽ, എന്റെ പ്രാണനാഥൻ എന്റെ ജീവിത പടകിലേക്കൊന്ന് കയറിയാൽ എന്നെ വിടുവിപ്പാൻ സർവശക്തിയോടെ എന്റെ കർത്താവിടെ വന്നിട്ടുണ്ട്. ആ കർത്താവിന്റെ കര ഈ പകൽക്കാലം നമ്മുടെ മേൽ വെളിപ്പെട്ട് നിൽക്കുക. ഈ മാരക രോഗത്തിന് അടിമപ്പെട്ട് ഞങ്ങളെ കേൾക്കുന്നുവോ? പാരമ്പര്യ രോഗത്തിന് അടിമപ്പെട്ട് ഈ ഭാരപ്പെടുന്നുവോ? ഇന്ന് പകൽ ചില വിടുതലുകളെ ഇതിനകത്ത് ചെയ്യുവോ? ഈ ലൈവിലൂടെ കാണുന്ന ചില കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിന്റെ വിടുതലയക്കുക. ഇന്ന് പകൽ എന്നെ ദൈവത്തിന് ഓർക്കുവാൻ തക്കവണ്ണം മടങ്ങി വരുവാൻ എത്ര പേർ തയ്യാറാകുന്നു? ആരാധിപ്പാൻ കഴിയാതെ, ദൈവത്തെ ഹൃദയം തുറന്ന് സ്തുതിപ്പാൻ കഴിയാതെ ഏതൊക്കെയോ മേഖലയിൽ ഇതിനെ ഒതുക്കിയ മണ്ഡലത്തിൽ നിന്ന് ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവരിക. ഈ ദൈവത്തിന്റെ പെട്ടകത്തിനകത്ത് സ്ഥാനം പിടിച്ചാൽ നിന്നെ ഓർക്കുന്നൊരു ദൈവം, ദൈവകൽപ്പന അനുസരിച്ച് നീ ജീവിക്കാൻ തീരുമാനമെടുത്താൽ നിന്നെ മറന്നു കളയാത്തൊരു ദൈവം. ഈ പാർക്കുന്ന പട്ടണം നശിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവം സർവശക്തനാണ്. എന്റെ കർത്താവ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ ചില കരം പിടിക്കാൻ തീരുമാനമെടുത്തിരിക്കുക. ഏൽപ്പിച്ചു കൊടുത്തോ? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയ നുറുക്കത്തോടെ എത്ര പേർക്ക് പറയാൻ കഴിയും? അപ്പാ, ഞാൻ എന്റെ കൈക്കങ്ങ് പിടിക്കണമേ. ഓ ഹല്ലേലൂയ. ലോത്തിനെയും കുടുംബത്തെയും കൈക്ക് പിടിച്ച് ആ പട്ടണത്തിന് പുറത്തുകൊണ്ട് കൊണ്ടുവരുന്നത് പോലെ ഇന്ന് പകൽ നീ അനുഭവിക്കുന്ന തിക്തമായ അനുഭവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുക. നീ അനുഭവിക്കുന്ന വലിയ നിന്ദയുടെ അനുഭവത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുക. എന്റെ അപ്പൻ ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവിന്റെ ദൂതന്മാരുടെ നടകൊള്ളുകയാ. കർത്താവിന്റെ ദൂതന്മാരുടെ നടകൊള്ളുകയാ. ചിലരെ കരം പിടിച്ച് പുറത്തു കൊണ്ടുവരുക. ഇത് നീ അനുഭവിക്കുന്ന മാനസികമായ വ്യതയിൽ നിന്ന്, ശാരീരികമായ രോഗത്തിൽ നിന്ന്, കഷ്ടതയിൽ നിന്ന്, നിരാശയിൽ നിന്ന്, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്ന്, ഇന്നയിൽ നിന്ന്, പരിഹാസത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുക. നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാതെ വണ്ണം നിന്നെ തലയെ കുരിച്ചു വെച്ചിരിക്കുന്ന സകല അവസ്ഥയിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഇന്ന് പകൽ കർത്താവ് ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. ആ കരങ്ങളെ തട്ടി അല്പസമയം അന്യഭാഷകളില് പ്രാർത്ഥിക്കാൻ കഴിയുന്ന എല്ലാവർക്കും അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് ദൈവത്തെ സ്തുതിക്കാം. വായുകളെ തുറക്കാം. അതരങ്ങളെ തുറന്ന് ആ ദൈവത്തിന് നന്ദി പറയുവാൻ എത്ര പേർ തയ്യാറാകുന്നു? ഓ ഹല്ലേലൂയ. ആ സ്തുതികളുമേൽ വസിക്കുന്ന ദൈവം രാജാതി രാജാവായി, കർത്താതി കർത്താവായി നമ്മുടെ നടുവില് ഒരു മഹാവീരനെ പോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കർത്താവിടെ ചലിച്ചുകൊണ്ടിരിക്കുക. ആ കർത്താവിന്റെ സാന്നിധ്യം ഈ കരം തട്ടണമെന്ന് കരം തട്ട, ആരാധിക്കണമെന്ന് ആരാധിക്ക, ഏൽപ്പിച്ചു കൊടുത്ത ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. സ്വർഗ്ഗത്തിലെ ദൈവം വൻ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യട്ടെ. യേശുവിന്റെ
ഹൃദയത്തിലൊന്നു ദാനം കൊണ്ടു ചിന്താകുലങ്ങളില്ലാതെ ചന്ദ്രമായെന്നും നടക്കും ചിന്താകുലങ്ങളില്ലാതെ ചന്ദ്രമായെന്നും നടക്കും അവനാത്മാ ഒമേഗ അവനാദ്യം അന്ത്യം അവനാത്മാ ഒമേഗ അവനാദ്യം അന്ത്യം യേശുവിന്റെ ദൈവത്തെ വേറൊരു ദൈവമില്ല യേശുവിന്റെ ദൈവത്തെ വേറൊരു ദൈവമില്ല കാരാഗ്രഹത്തിലും ആത്മോസിലും ആത്മാവിരന്റെ നിരത്തുന്നവൻ കാരാഗ്രഹത്തിലും ആത്മോസിലും ആത്മാവിരന്റെ നിരത്തുന്നവൻ ബലഹീനനായിരുന്നാലും പുതുബലമെന്നിൽ പകരും ബലഹീനനായിരുന്നാലും പുതുബലമെന്നിൽ പകരും അവനാത്മാ ഒമേഗ അവനാദ്യം അന്ത്യം അവനാത്മാ ഒമേഗ അവനാദ്യം അന്ത്യം അവനാത്മാ ഒമേഗ അവനാദ്യം അന്ത്യം അവനാത്മാ ഒമേഗ അവനാദ്യം അന്ത്യം യേശുവിന്റെ ദൈവത്തെ വേറൊരു ദൈവമില്ല യേശുവിന്റെ ദൈവത്തെ വേറൊരു ദൈവമില്ല എന്റെ സഹായിക്കാൻ തന്റെ മഹിമയോടെ ദേവായുടെ നാൾ വരും എന്നെ സഹായിക്കാൻ തന്റെ മഹിമയോടെ ദേവായുടെ നാൾ വരും അവനാത്മാ ഒമേഗ അവനാദ്യം അന്ത്യം അവനാത്മാ അവനാത്മാ ഒമേഗ അവനാദ്യം അന്ത്യം അവനാത്മാ ഒമേഗ അവനാദ്യം അന്ത്യം അവനാത്മാ ഒമേഗ അവനാദ്യം ആത്മാവിൽ പാടുവാൻ കഴിയുന്നവർ യേശുവിന്റെ സാന്നിധ്യം അനുഭവങ്ങളെ ഇന്ന് മകൾക്കാല ദൈവം ഓർക്കുന്ന ദിവസമാ എന്നെ കുറിച്ച് ഓർക്കുന്ന ദൈവ എന്റെ കുടുംബത്തെ കുറിച്ച് ഓർക്കുന്ന ദൈവ എന്റെ സഭയെ കുറിച്ച് ഓർക്കുന്ന ദൈവ എന്റെ ദേശത്തെ ഓർക്കുന്ന ഒരു ദൈവ ഇന്ന് മകൾക്കാലം ഹല്ലേലൂയ ഓ ദൈവത്തിന് മഹത്വം കൊടുക്കുക ആ തരത്തിലുള്ള ദൈവത്തിന് മഹത്വം കൊടുക്കുക സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ വചനം തമ്മിലുള്ള കാര്യം ഈ മകൾക്കാലം നമ്മൾ എടുക്കൊണ്ട് വരട്ടെ ഹല്ലേലൂയ ചില രോഗികൾ സൗഖ്യം പ്രാപിപ്പാൻ ബന്ധനസ്ഥർ വിടുതൽ പ്രാപിപ്പാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഹല്ലേലൂയ
പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല വിശുദ്ധ ദിവസത്തിന്റെ പകൽക്കാലത്തിനായി സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അങ്ങയുടെ ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടല്ലോ അപ്പാ. എന്നെ മറന്നു കളയാതെ ഓർക്കുന്നൊരു ദൈവം ഉണ്ടല്ലോ അപ്പാ. അപ്പനും അമ്മയും എന്നെ മറന്നു കളഞ്ഞപ്പോൾ ദൈവം എന്നെ ഓർത്തുവെന്ന് ദാവീദ് സാക്ഷ്യം പറയുന്നു. ലോകം ഞങ്ങളെ മറന്നു കളഞ്ഞപ്പോൾ, ഞങ്ങളെ ഓർക്കേണ്ടുന്ന പലരും ഞങ്ങളെ മറന്നു കളഞ്ഞപ്പോൾ എന്റെ അപ്പ ഞങ്ങളെ ഓർത്തല്ലോ. ഈ ബലത്തോടെ മുന്നേറുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ കൃപ പകരണമേ. കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവ കൃപ പകരണമേ. പാട്ടുകൾ പാടുവാൻ, ദൈവത്തെ ആരാധിപ്പാനും, സങ്കീർത്തനം പ്രബോധിപ്പിക്കാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവവചനം പ്രസംഗിപ്പാനും ഒക്കെ ദൈവം പ്രാഗൽഭ്യം നൽകിയല്ലോ. പ്രിയപ്പെട്ടവരുടെ മടക്കയാത്രയിൽ കൂടിയിരിക്കണമേ. സന്തോഷത്തോടെ സ്വഭവനങ്ങളിൽ പോയി സ്വസ്ഥമായി വസിച്ച പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കൂടി വരും വരെ ദൈവ തേജസ്സിന്റെ മറവിൽ മറയ്ക്കണമേ. യേശു കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരണമേ. അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണം. ഈ ആഴ്ചകളുടെ ശുശ്രൂഷകളെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമേ. സകലതും യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ പ്രാർത്ഥനകൾ കേണം പരിശുദ്ധ പിതാവേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മനോഹരമായ സംസർഗവും കൂട്ടായ്മയും കാവലും നടത്തിപ്പും നാം ഏവരോടും നമ്മെ കേൾപ്പിച്ച വചനങ്ങളോടും അവിടുത്തെ തീരുമാനങ്ങളോടും ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ്